കഥ നടക്കുന്നത് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉത്തര ഹിന്ദുസ്ഥാനിലെ പുകൾ കേട്ട ശ്രാവസ്തിക്കടുത്തുള്ള ഒരു ഊരിലാണ്. ചുട്ടുപഴുത്ത വേനലിൽ വാഗകളെല്ലാം പൂത്തുനിൽക്കുന്ന ഉച്ചസമയം. കിഴക്കുനിന്നും നീണ്ട ഒരു വഴി വിശാലമായ ആ വെളിമ്പറമ്പിലൂടെ പടിഞ്ഞാറോട്ടു പോകുന്നു. അത് ചെന്നെത്തുന്ന ദിക്കിൽ വലിയൊരു പേരാലിൻ മരം പടർന്നു പന്തലിച്ചു നിൽക്കുന്നുണ്ട്. നീലക്കല്ലു പോലെ മിനുത്ത അവയുടെ ഇലകളിൽ അർക്കരശ്മികൾ വൈരത്തിൻ്റെ കാന്തി വീശുന്നു. അതിൻ്റെ പച്ചില ചില്ലകളിൽ നിറയെ കായ്കൾ തെങ്ങി നിൽപ്പുണ്ട്. ചൂടിനെ ഭയപ്പെട്ട് അനേകം പക്ഷികൾ ഓരോരോ കൊമ്പുകളിലായി ചേക്കേറിയിരിക്കുന്നു. തൊണ്ട വരണ്ട അവയൊന്നും പാടുന്നേയില്ല. മരച്ചുവട്ടിൽ വഴിയാത്രക്കാർ ഉപേക്ഷിച്ചു പോയ പൊതിച്ചോറിലകൾ അങ്ങിങ്ങായി കിടക്കുന്നു. അവരുടെ കാലടിപ്പാതകൾ ചെന്നെത്തുന്ന ദിക്കിൽ ഒരു കരിങ്കല്ലിൻ ചുമട് താങ്ങി കിടപ്പുണ്ട്. അതിനടുത്തായി വായ്ക്കല്ല് തകർന്ന ഒരു പഴം കിണറും. ആ ഗ്രാമപാതയിലൂടെ ആരോ അവശനായി മെല്ലെ നടന്നു വരുന്നു. മഞ്ഞ പിഴിഞ്ഞ വസ്ത്രവും മുണ്ടനം ചെയ്ത ശിരസും തേജസ്സാർന്ന മുഖവും അതൊരു ഭിക്ഷുവാണെന്ന് വിളിച്ചോതി. കയ്യിലുള്ള ഭിക്ഷാപാത്രവും വിശറിയും മരച്ചുവട്ടിൽ വെച്ച് ആടത്തുമ്പാൽ വിയർപ്പു തുടച്ച് യോഗി കിണറ്റിനു നേരെ നോക്കി. അപ്പോൾ ഒരു പെൺകുടി അരയിൽ ചെപ്പുകുടവും കയ്യിൽ പാളയും കയറുമായി കിണറ്റൻ കരയിലേക്ക് നടന്നെടുക്കുന്നത് അദ്ദേഹം കണ്ടു. മിന്നുന്ന വളകളും കിലുങ്ങുന്ന പാദസരവുമിട്ട ആ പെൺകുട്ടി വെള്ളമെടുക്കുവാൻ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും വരികയാണ്. ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമഴ പെയ്തു. പാളയിൽ വെള്ളം കോരിയെടുത്ത അവളോട് യോഗി ചോദിച്ചു, ദാഹിക്കുന്നു സഹോദരി, തണുപ്പാർന്ന ആ വെള്ളത്തിൽ നിന്നും കുറച്ച് ദാഹം അകറ്റാൻ എനിക്ക് തരാമോ? ഭിക്ഷുവിൻ്റെ ചോദ്യം അവളെ വല്ലാതെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഒട്ടൊരു പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ദാഹം നിമിത്തം അങ്ങ് ജാതി മറന്നോ? ഒരു നീച നാരിയുടെ കയ്യിൽ നിന്ന് ആര്യന്മാർ ജലം വാങ്ങി കുടിക്കുമോ? അങ്ങേക്ക് എന്നോട് കോപമൊന്നും തോന്നരുത്. ഗ്രാമത്തിനു പുറത്തു വസിക്കുന്ന ചാമർ നായകൻ്റെ മകളാണു ഞാൻ. ചണ്ടാലിയായ ഞാൻ അങ്ങേക്ക് വെള്ളം തരുന്നത് പാപമാണ്. ഞാൻ ജാതി ചോദിക്കുന്നില്ല സോദരി. ചോദിക്കുന്നത് നാവു വരണ്ട എനിക്ക് അല്പം ജലമാണ്. ഒട്ടും പേടിക്കാതെ നീ അത് തന്നാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭിക്ഷു തൻ്റെ കൈക്കുമ്പിൾ അവൾക്കു നേരെ നീട്ടി. സുന്ദരനായ ഭിക്ഷുവിനോട് പിന്നെ അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല. ആശാൻ പറയുന്നു, തന്വയാണവൾ, കല്ലല്ലിരുമ്പല്ല. മെല്ലെ കുനിഞ്ഞുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയുടെ വിറയ്ക്കുന്ന കൈകളാൽ അവൾ മാതങ്കി ഭിക്ഷുവിൻ്റെ കൈക്കുമ്പിളിലേക്ക് തെളിവാർന്ന വെള്ളം ഒഴിച്ചു കൊടുത്തു. പുണ്യശാലിനി, നീ പകർന്നിടുന്ന ഓരോ തുള്ളിയും എണ്ണമറ്റ സുഹൃതഹാരങ്ങൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകും. ആത്മനിർവാണരിൽ അഗ്രയായ നീ ഈ ഭിക്ഷു ആരെന്നറിയുന്നില്ല. നിന്റെ ഈ പ്രസാദം പക്ഷേ നിന്നെ വേറൊരാളായി മാറ്റുന്നുണ്ടാകാം. താൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കുമ്പിട്ടാർത്തിയോടെ കുടിക്കുന്ന ഭിക്ഷുവിൻ്റെ സംതൃപ്തി കണ്ട അവൾ കോൾമയർ കൊണ്ടു. നിർവാണ നിധി കണ്ട മഹാസിദ്ധൻ, സർവലോകൈക വന്ദ്യൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകുന്നു. ആവോളം ദാഹം തീർത്ത ആ യോഗി അവളുടെ മേൽ അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് പേരാലിൻ ചുവട്ടിൽ ധ്യാനനിമഗ്നനായി ഇരുന്നു. നിറഞ്ഞ കുടം മാറ്റിവെച്ച് കയർ ചുരുട്ടി പാളയോട് ചേർത്ത് മാതങ്കി പോകാൻ ഒരുങ്ങിയെങ്കിലും എന്തോ ഒന്ന് അവളെ അവിടെ തന്നെ ബന്ധിച്ചു. അവളുടെ ഉള്ളിൽ എന്തോ പൂവിടുന്നത് പോലെ. ഒരു ചെറുവാഗമരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചരിഞ്ഞ മിഴികളാൽ അവൾ പേരാലിൻ ചുവട്ടിലിരിക്കുന്ന സുന്ദരനായ ഭിക്ഷുവിനെ നോക്കി നിന്നു. വെയിൽ മങ്ങി ചൂടൊട്ടൊന്നു കുറഞ്ഞപ്പോൾ ഭിക്ഷു യാത്രയായി. വിലപ്പെട്ട എന്തോ നഷ്ടപ്പെട്ട കുണ്ഠിതത്തോടെ പെൺകുട്ടി വീട്ടിലേക്കും നടന്നു. സമയം പോകുന്തോറും അവളുടെ നഷ്ടബോധം ഏറിയേറി വന്നു. അവൾ അത്യന്തം ഖിന്നയായി. പകൽ പോയി രാവു വന്നു. പക്ഷേ അവളുടെ മനസ്സിൽ നിന്ന് ആ യോഗി പടിയിറങ്ങിയില്ല.
ഉറക്കം വരാതെ കിടന്ന അവളുടെ ഉള്ളിൽ സുന്ദരനായ ഭിക്ഷുവും പേരാലും വഴിക്കിണറുമെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വന്നു. ഒരു പോളെ കണ്ണടയ്ക്കുവാൻ മാതങ്കിക്ക് കഴിഞ്ഞില്ല. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയവൾ രാത്രിയെ ശപിച്ചു. വീണ്ടും വന്ന് കിടന്നു നോക്കി. യാമങ്ങൾ എണ്ണി എണ്ണി നീക്കി. പൂങ്കോഴിയുടെ കൂവൽ കേട്ടപ്പോൾ കരഞ്ഞു വീർത്ത കണ്ണുകൾ തുടച്ച് പെൺകുടി എഴുന്നേറ്റു. മുറി തുറന്ന് വെളിയിലേക്ക് നോക്കി പടിയിൽ അല്പനേരം ഇരുന്നു. പിന്നെ ഒരു നെടുവീർപ്പോടെ മുറ്റത്തേക്കിറങ്ങി. ഉടയോരുണർന്ന് കാണുമ്പോഴേക്കും എങ്ങോ വിട കൊള്ളുവാനുള്ള വേവലാതി അവളിൽ സ്പഷ്ടമായിരുന്നു. മുറ്റത്തിറങ്ങിയ അവൾ പുരയുടെ പുറകുവശത്ത് പതുങ്ങി നിന്നു. അപ്പോൾ പുറവേലിയിലിരുന്ന് ഒരു ചെറുവണ്ണാത്തിപ്പുള്ള് ഉണർന്നു പാടി. തളിരിട്ട മരങ്ങളെ തലോടിക്കൊണ്ട് കിഴക്കുനിന്നും കുളിർക്കാറ്റ് വീശി. അർക്കരശ്മികൾ കുറേശ്ശെയായി ഭൂമിയിലേക്ക് എത്തിത്തുടങ്ങി. ഉടനെ തന്നെ കാതരാക്ഷി അവിടെ നിന്നും നടന്നു തുടങ്ങി. ഇടവഴിയിലെത്തിയപ്പോൾ ജനിച്ച വീടിനോട് യാത്ര ചോദിക്കും പോലെ ഒരു വട്ടം കൂടി അവൾ തൻ്റെ കുടിലിനെ ഒന്നു നോക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. കിണറ്റിൻ കരയിലെത്തിയ അവൾ മണ്ണിൽ പതിഞ്ഞ ഭിക്ഷുവിൻ്റെ പദമുദ്രകൾ സൂക്ഷിച്ചു നോക്കി. നിധി കണ്ട ചോരനെ പോലെ അവൾ ആർത്തിയോടെ അതിനെ ചുംബിച്ചു. പിന്നെ ആ യതിപൊങ്കവൻ്റെ കാലടികളെ പിന്തുടർന്നു. പെരുവഴിയിലെത്തിയ പെൺകുട്ടി ഭിക്ഷുവിൻ്റെ പാദമുദ്രകൾ വേർതിരിച്ചറിയാനാകാതെ പതറിപ്പോയി. പിന്നെ വഴിപ്പോക്കർ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ശ്രാവസ്തി പട്ടണത്തിലേക്കു യാത്രയായി. പരിശുദ്ധമായ ബുദ്ധവിഹാര പരിസരത്തവൾ എത്തിച്ചേർന്നു. കരുവാർ ശിലയിൽ തീർത്ത 2 കരിവരർ കാക്കുന്ന പൂങ്കാവനത്തിനുള്ളിൽ ചെറു പൂന്തോട്ടങ്ങളോട് കൂടിയ മന്ദിരങ്ങൾ അവൾ കണ്ടു. അവയുടെ ചുറ്റും തേന്മാവും ഞാവലും അരയാലും പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. തണലാർന്ന നടവീതിയിലൂടെ പെൺകുട്ടി ഭിക്ഷുക്കൾക്കരികിലെത്തിച്ചേർന്നു. പരിസര ശക്തിയുടെ ഗുണത്താൽ അവളുടെ പകുതി മോഹം തീർന്നു പോയിട്ടുണ്ടാകും. പാപിഷ്ടർ പോലും പരിശുദ്ധരാകുന്ന ഭഗവാൻ ബുദ്ധൻ്റെ സാന്നിധ്യമാണ് അവിടം. മന്ദിരത്തിനുള്ളിലെ ഭിക്ഷുക്കളിൽ നിന്നും അവൾക്ക് താൻ തണ്ണീര് നൽകിയത് ആനന്ദൻ എന്ന യോഗിക്കാണെന്നു മനസ്സിലായി. തൻ്റെ ഗുരുവിനെ കാണാൻ പൂർവ്വവിഹാരത്തിൽ നിന്നും പോരുന്ന വഴിയാണ് ആനന്ദ ഭിക്ഷു ദാഹജലത്തിനായി അവളെ സമീപിച്ചത്. ഭിക്ഷുക്കൾ പെൺകുട്ടിയെ പരമഗുരുവായ ശ്രീബുദ്ധൻ്റെ സവിധത്തിലേക്ക് ആനയിച്ചു. മണിമണ്ഡപത്തിൻ്റെ പൂമുഖത്തേക്ക് എഴുന്നള്ളി വന്ന ബുദ്ധദേവനെ കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. പുരുഷ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണാഭോഗം ഒരു ഭിക്ഷു രൂപത്തിൽ. ആ തേജപുഞ്ചത്തിൻ മുന്നിൽ ആനന്ദൻ ഒരു മിന്നാമിനുങ്ങായി അവൾക്ക് അനുഭവപ്പെട്ടു. സംഭ്രമത്താൽ അവശയായി നിൽക്കുന്ന അവളോട് ശ്രീബുദ്ധൻ മധുരഗംഭീരമായി പറഞ്ഞു: മകളെ, നീ പോന്നത് വളരെ നന്നായി. ആനന്ദനു തണ്ണീർ നൽകി ദാഹം തീർത്ത നിനക്ക് ഇനി മുതൽ സംസാര തൃഷ്ണ ഉണ്ടാകുന്നതല്ല. ഉൾക്കണ്ണാൽ എല്ലാം അറിഞ്ഞ ബുദ്ധൻ്റെ വിലപ്പെട്ട ധർമ്മോപദേശം സ്വീകരിച്ച് മാതങ്കി ഭിക്ഷുകി മന്ദിരത്തിൽ ഭിക്ഷുകിയായി താമസം ആരംഭിച്ചു. മുടി മുറിച്ച് ആഭരണങ്ങളെല്ലാം വെടിഞ്ഞ് ശരിയായ ശുദ്ധതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. മറ്റു ഭിക്ഷുകിമാരോടൊപ്പം പുലർക്കാലെ എഴുന്നേറ്റ് സസ്യലതാദികളുടെ ദാഹം തീർക്കും. പിന്നീട് പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് പൂക്കളുമായി ധർമ്മമാതാക്കളുടെ കാൽക്കൽ വണങ്ങും. പകർന്നു കിട്ടുന്ന ധർമ്മതത്വങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കും. പാവനം, മൈത്രി തുടങ്ങിയ ചിത്തഭാവനകൾ പരിശീലിച്ചു. ധ്യാനം ഗ്രഹിച്ചു. മധ്യാഹ്നമാകുമ്പോൾ വിളമ്പിടുന്ന ഭിക്ഷ കഴിക്കും. സ്നേഹം നിറഞ്ഞ ആ ധർമാലയത്തിൽ സൗഖ്യമോടെ അവൾ കഴിഞ്ഞുകൂടി. രാജ്ഞികളുടെയും വൈശ്യസ്ത്രീകളുടെയും അന്തേവാസികളുടെയുമെല്ലാം ബഹുമാനം പിടിച്ചുപറ്റുവാൻ അവൾക്കു സാധിച്ചു. ഗുണങ്ങളേറെ അവളിൽ വളരുന്നത് കണ്ട് ബുദ്ധ ഭഗവാനും സന്തോഷിച്ചു. സ്വച്ഛന്തമായ ആകാശത്തിലേക്ക് ഒരു കാർമേഘം വന്നു കയറുന്നത് പോലെ ശാന്തിയുടെ ആ വിഹാരത്തിൽ ഒരു പ്രശ്നം ഉദിച്ചു. ഉന്നതകുല ജാതരായ ഭിക്ഷുണികൾക്കൊപ്പം ഒരു ചണ്ടാലി
ഭിക്ഷുകി ആശ്രമത്തിൽ കഴിയുന്നത് ചില സങ്കുചിത മനോഭാവമുള്ളവർക്ക് ദഹിച്ചില്ല. ഭിക്ഷുണിമാരോടൊപ്പമുള്ള ചണ്ടാല ഭിക്ഷുകിയുടെ ഊണും ഉറക്കവുമെല്ലാം അഗ്രഹാരങ്ങളിൽ വലിയ വാർത്തയായി. കേട്ട വാർത്തകളെല്ലാം ക്ഷത്രിയ ഗൃഹങ്ങളിൽ ചെന്നുണർത്തിച്ച് ചെട്ടിമാരെ ഇളക്കി. എന്തിനു പറയുന്നു, പട്ടണമെങ്ങും ഈ വാർത്തയിൽ മുങ്ങി. കഥ മന്ത്രിയും പിന്നെ രാജാവായ പ്രസേനജിത്തും അറിഞ്ഞു. ശ്രീബുദ്ധ ഭക്തനായ രാജാവ് കാര്യത്തിനു പരിഹാരം കാണുവാനായി ഗുരുസവിധത്തിലെത്തി. പട്ടണത്തിലെ ജനങ്ങളെല്ലാം ബുദ്ധവിഹാരത്തിനു പുറത്തു തടിച്ചുകൂടി. തേരിൽ നിന്നിറങ്ങിയ മഹാരാജാവിനെ ആനന്ദ ഭിക്ഷു പൂങ്കാവനത്തിലേക്കു സ്വാഗതം ചെയ്തു. തേർ വിട്ടിറങ്ങിയ രാജാവ് മന്ത്രിസമേതം പുണ്യാശ്രമത്തിലേക്കു നടന്നു. അപ്പോൾ മാവിൻ കൊമ്പുകളിലിരുന്ന് പൂങ്കുയിൽ വൃന്ദം പാട്ടുപാടി. ഞാവൽ മരങ്ങൾക്കിടയിലൂടെ മഞ്ഞക്കിളി മിന്നൽ പോലെ പറന്നു. പാലമേൽ പാതി കയറിയ അണ്ണാൻ വാലുയർത്തി തെല്ലുനേരമിരുന്നു. തൊണ്ടുവിണ്ട മാതളക്കായകളിൽ നിന്നും മാതളം കൊത്തി തിന്നുന്ന തത്തകൾ ബുദ്ധം ശരണം ഗച്ഛാമി എന്നു ചൊല്ലി. മഹാരാജാവ് തമ്പുരാൻ്റെ ഉള്ളം കുളിർത്തു. പുണ്യവിഹാരത്തിൻ്റെ അകത്തളത്തിൽ നിന്നും ശ്രീബുദ്ധൻ ഇറങ്ങി വന്നു. കാർ മുകിലുകളുടെ മറനീക്കി ജ്വലിക്കുന്ന സൂര്യനെ പോലെ കടന്നു വന്ന ഗുരുദേവനെ സവിനയം വണങ്ങി നൃപൻ. ഉചിതമായ രീതിയിൽ രാജാവിനെ സ്വീകരിച്ചിരുത്തി ബുദ്ധൻ വിരിപ്പിലിരുന്നു. ബുദ്ധൻ്റെ ഇടതുഭാഗത്ത് ഭിക്ഷുകികളും വലതു ഭിക്ഷുക്കളും ആസനസ്ഥരായി. സന്നിഹിതരായ പൗരമുഖ്യന്മാർ യഥാസ്ഥാനങ്ങളിലും. സന്ധ്യ സംഭാഷണം തുടങ്ങാറായി. എന്നാൽ തേജോവലയനായ ഭഗവാന്റെ മുഖത്തു നോക്കി കാര്യം ചോദിക്കുവാൻ കഴിയാതെ പ്രസേനജിത്ത് മൗനം പൂണ്ടു. സർവജ്ഞനായ ശ്രീബുദ്ധൻ ഭൂപതിയെ നോക്കി പറയാൻ തുടങ്ങി. വത്സ, മാതങ്കിയല്ലേ നമ്മുടെ വിഷയം. ഓർക്കൂ, ഈ ജാതിയെന്നു പറയുന്നത് ഒരു മിഥ്യയല്ലേ. സ്വന്തം പ്രതിധ്വനിയോട് ക്രോധം പൂണ്ട് ജന്തുക്കൾ പോരാടുന്നത് പോലെയാണത്. എന്താണ് ജാതി? ഏതെങ്കിലും വല്ലിയിൽ നിന്നോ മേഘത്തിൽ നിന്നോ മറ്റോ ആണോ ജാതി ജനിക്കുന്നത്? നമ്മുടെ രക്തത്തിൽ ഈ ജാതിയുണ്ടോ? അസ്ഥിമജ്ജയിലുണ്ടോ? ചണ്ടാലിയുടെ ദേഹത്ത് ബ്രാഹ്മണന്റെ ബീജം പിടിക്കില്ലേ? ഈ കുറിയും പൂണൂലും ജന്മസിദ്ധമാണോ? അക്ഷരബ്രഹ്മം ബ്രാഹ്മണർ പഠിക്കാതെ സ്വയം അറിയുന്നതാണോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബുദ്ധൻ രാജാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ കൃമികളെയും പോലെ മനുഷ്യരും ജനിച്ചില്ലാതാകുന്നതാണ്. മുട്ടയായും പുഴുവായും ചിറകാർന്ന പൂമ്പാറ്റയായും മാറി മാറി പോകുന്നത് ഏകബീജമാണ്. നാമ്പിടുന്ന മൊട്ടും വർണ്ണം പൂണ്ട കൂമ്പും വിടരുന്ന പൂവും അതുതന്നെ. നെൽച്ചെടിയുടെ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല സാധുപുലയൻ. ഒന്നായി പുലർന്നാൽ അതും പൊൻകതിരിടുന്ന ചെടി തന്നെ. അതിനുദാഹരണം മാതങ്കി തന്നെ. ശങ്ക വേണ്ട രാജാവേ. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢന്മാർ ഇന്നത്തെ ആചാരമാക്കുന്നു. ഒരു പക്ഷേ നാളത്തെ ശാസ്ത്രവും അതായി മാറാം. അതിന് സമ്മതം മൂളരുത് രാജൻ. അന്തരെ അന്തർ നയിക്കുന്നു. ജാതി സ്വന്തം കുടുംബത്തെ പിരിക്കും, ബന്ധുക്കളെ വിഭജിക്കും, വർഗങ്ങൾ തിരിക്കും, ലോകം മുടിക്കും. ഈ രാക്ഷസയെ ജയിച്ചാൽ സർവദോഷങ്ങളും മാറുന്നു. ജാതിയാകുന്ന ഈ ഹിംസ ജന്മം വിഫലമാക്കും രാജാവേ. ഭൂതദയെ നനച്ചും സ്വന്തം നീതിയെ ഓർത്തും ഈ അജ്ഞതയെ നിഷ്കാസിച്ച് ലോകക്ഷേമം ചെയ്യൂ. ശ്രീബുദ്ധൻ വീണ്ടും തുടർന്നു. മോഹങ്ങൾ കളഞ്ഞ് ജനങ്ങളോട് പരസ്പരം സ്നേഹിക്കുവാൻ പറയൂ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. സ്നേഹം ശക്തിയാണ്, സ്നേഹമാണ് ജീവിതം. സ്നേഹശൂന്യത മരണമാണ്. നരകമാകുന്ന ദ്വീപിൽ സ്നേഹം സ്വർഗഗൃഹം പണിയുന്നു. അമ്മയുടെ മാറിലെ ചോരയെ അമ്മിഞ്ഞയാക്കി മാറ്റുന്നതും സ്നേഹമാണ്.
പ്രിയപ്പെട്ട രാജാവേ, മനുഷ്യന് ജാതിയില്ലെന്ന് ജനങ്ങളോട് കൽപ്പിക്കുവിൻ. ഭക്തിവിവശനായ പ്രസേനജിത്ത് കൽപ്പന പോലെ എന്നോതിക്കൊണ്ട് ബുദ്ധ ഭഗവാനെ വീണു വണങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദബാഷ്പം പൊഴിഞ്ഞു. മഞ്ഞു നനഞ്ഞ കൃതമാല വനി പോലെ ആർദ്രചേലമായി ഭിക്ഷുകി വൃന്ദം നിന്നു. സർവരെയും ആശീർവദിച്ചുകൊണ്ട് ആ ദിവ്യരൂപം അകത്തേക്ക് എഴുന്നള്ളി. മഹായോഗം പിരിഞ്ഞു. മുല്ലമലരിൻ്റെ വാസനയോടെ എങ്ങുമൊരു ശാന്തി വീശി. ലോകം നിർവാണത്തിൽ മുങ്ങി. 10 ശതാബ്ദത്തോളം ഭാരതം ആ ശാന്തിയിൽ ആണ്ടുകിടന്നു.